നമസ്കാരം. ഇസ്രായേലിൽ, അമേരിക്കയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ വാർത്തയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് നോക്കിയാൽ ചില പ്രത്യേക കൂട്ടർ വന്നിട്ട് ആഹ്ലാദ സൂചകമായിട്ട് ഹാഹാ സ്മൈലി ഇടും, കമൻ്റ് ഇടുന്നതൊക്കെ കാണാം. അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അവർക്ക് ഈ ഇസ്രായേൽ, അമേരിക്ക അല്ലെങ്കിൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വലിയ സന്തോഷം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഉണ്ടാകുന്ന വാർത്തയ്ക്ക് താഴെ ഇത്തരം കമൻറ്റുകളിടാൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഇടാൻ. നമുക്കറിയാം, നമ്മുടെ സംയുക്ത സേനാ മേധാവി അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സമയത്ത് പോലും അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമോ മതമോ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. നമ്മുടെ സംയുക്ത സേനാ മേധാവിയാണ്. അതിന് താഴെ പോലും നമ്മൾ അത്തരം പ്രകടനങ്ങൾ കണ്ടതാണ്. ഇത് പറയാനുള്ള കാരണം, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അവിടെ കാട്ടുതീ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമത്തിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും മലയാള വാർത്തകളിലടക്കമുണ്ട്. അപ്പോൾ അവിടെ അമേരിക്കയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ വാർത്തയ്ക്ക് താഴെ ഇത് അള്ളാഹു കൊടുത്ത തിരിച്ചടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നു. പലസ്തീനെതിരെ യുദ്ധം ചെയ്യുകയാണല്ലോ ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നു. അതിന് അള്ളാഹു കൊടുത്ത തിരിച്ചടിയാണ് എന്ന തരത്തിലാണ് ഇവർ ഇതിനെ ആഘോഷിക്കുകയും കമൻ്റ് ഇട്ട് ഇങ്ങനെ അറുമാദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ അറുമാദിക്കുന്ന ഈ സാമാന്യ ബോധവും ബുദ്ധിയും ഇല്ലാത്ത ഈ മദ്രസ പൊട്ടന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ലോസ് ആഞ്ചൽസ്. അതായത് അമേരിക്ക 50 സംസ്ഥാനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. അവിടെ ന്യൂയോർക്ക് കഴിഞ്ഞാൽ 5 ലക്ഷത്തോളവും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ലോസ് ആഞ്ചൽസ്. അവിടെയാണ് ഈ കാട്ടുതീ പിടിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ആർക്കാണ് ഈ നഷ്ടം വന്നിരിക്കുന്നത്? അപ്പോൾ ഏത് ദൈവം ആരോടാണ് ഈ പ്രതികാരം ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും ചിന്തിച്ചാൽ നന്ന്. അല്ലാതെ ഇസ്രായേലാണ് നടന്നത്, അമേരിക്കയിലാണ് നടന്നത്, ഇന്ത്യയിൽ തന്നെ യുപിയിലോ ഗുജറാത്തിലോ ഒക്കെ നടക്കുമ്പോൾ അത് കൊല്ലപ്പെടുന്നവർ അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിക്കുന്നവരെല്ലാം അമുസ്ലിങ്ങളാണ്, അതുകൊണ്ട് നമുക്കങ്ങ് സന്തോഷിച്ചേക്കാം, അത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറുമാദിക്കുന്നവർ ചിന്തിക്കണം. ഈ കാട്ടുതീക്കോ അല്ലെങ്കിൽ സുനാമിക്കോ കൊടുങ്കാറ്റിനോ ഒന്നും അവരൊന്നും മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നും അല്ല ഈ എടുത്തുകൊണ്ട് പോകുന്നതെന്നവർക്ക് അതിൽപ്പെടുന്ന എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും കാണും. അതിനാൽ ആ വസ്തുത അറിഞ്ഞിട്ടെങ്കിലും കിടന്ന് ഒന്ന് നെകളിച്ചാൽ നന്നായിരിക്കും. ലോസ് ആഞ്ചൽസിലാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ സ്ഥലമാണ് ഈ ലോസ് ആഞ്ചൽസ്. തീർച്ചയായിട്ടും അവിടെ കാട്ടുതീ വിഴുങ്ങി ഇതുപോലെ നാശനഷ്ടം ഉണ്ടാവുമ്പോൾ അതിൽ നല്ലൊരു ശതമാനവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്ന ബോധ്യം ഇനിയെങ്കിലും കാണിക്കട മദ്രസ പൊട്ടന്മാരെ. ചുമ്മാതെ ആ മനുഷ്യവംശത്തിനുണ്ടാവുന്ന ഒരു എന്താ പറയുക, കാട്ടുതീ പോലെ അല്ലെങ്കിൽ സുനാമി പോലെ, കൊടുങ്കാറ്റ് പോലെ, പേമാരി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പോലും ഇതുപോലെ ആഹ്ലാദം കണ്ടെത്താൻ നിങ്ങളെപ്പോലുള്ള മദ്രസ പൊട്ടന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് വളരെ ഖേദത്തോടുകൊണ്ട് പറഞ്ഞോട്ടെ. പലസ്തീനെതിരെ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന കാരണം കൊണ്ടാണല്ലോ അമേരിക്കയ്ക്ക് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ നിനക്കൊക്കെ ഇങ്ങനെ ആഹ്ലാദിക്കാൻ തോന്നിയത്. പക്ഷേ ആ ദുരന്തത്തിൽ പെടുന്നതും നിങ്ങളുടെ ആളുകളാണോ അല്ലയോ എന്നെങ്കിലും ആദ്യം ഒന്ന് അന്വേഷിച്ചിട്ട് പോരായിരുന്നു ഈ ആഹ്ലാദ പ്രകടനങ്ങൾ. കഷ്ടം.